എല്ലാവർക്കും നമസ്കാരം. വാക്ക് വിത്ത് മീയുടെ മറ്റൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം. LPUP ബാച്ച് തുടങ്ങിയിട്ട് ഇന്ന് ക്ലാസ് 4 ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാനൊന്ന് പറയാണ്. നമ്മൾ 2027 വരാൻ പോകുന്ന LPUP എക്സാമിലേക്ക് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി 3 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിലേക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യത്തെ 3 ക്ലാസ് കണ്ടതിന് ശേഷം ഇതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് കാണുമല്ലോ. കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കലാപങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 5 തെങ്ങ് കലാപം തൊട്ട് ലാസ്റ്റ് നമ്മൾ കുറിച്യർ കലാപം വരെ പഠിച്ചു. ഞാൻ പറഞ്ഞു എന്നും നമ്മൾ റിവിഷൻ ചെയ്യണം. നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ സൺഡേ എന്ന് പറയുന്ന റിവിഷൻ ഡേ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നിങ്ങൾ എല്ലാവരും റിവിഷൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും റിവിഷൻ എന്ന് വിചാരിക്കുന്നതല്ല, നിങ്ങൾ ചെയ്ത് കാണും. ചെയ്തെങ്കിലേ നമ്മൾ ഈ പഠിച്ചതിൻ്റെയൊക്കെയുള്ള പ്രയോജനമുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് റിവിഷൻ ഈസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നലെ എല്ലാവരും റിവിഷൻ ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എല്ലാവരും നല്ല സെറ്റാക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നൊരു തുടക്കം കുറിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു LPUP എക്സാമിനകത്ത് പോർഷനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫെയർസും. ഓരോ പോർഷൻ എടുത്താലും +2 കറണ്ട് അഫെയർസ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയും നമുക്ക് കറണ്ട് അഫെയർസ് ചോദിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫെബ്രുവരി 23 നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫെയർസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർസ് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ പറ്റണമെന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർസ് നമ്മൾ ഏത് പോർഷനാണോ അന്ന് പഠിക്കുന്നത് ആ പോർഷനോടൊപ്പം പഠിച്ച് പോവുക. അത് മാത്രമല്ല, പോർഷൻ കൂടുന്നതനുസരിച്ച് ആ പോർഷൻ മാത്രം റിവൈസ് ചെയ്ത് നമ്മൾ മുമ്പ് പഠിച്ച പോർഷൻസുകളെല്ലാം നമ്മൾ തലേന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് റിവൈസ് ചെയ്യണം. കറണ്ട് അഫെയർസ് ഉൾപ്പെടെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. നമ്മൾ ആദ്യം സ്ലോ ആയിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റും. എല്ലാം കൂടെ കുത്തി നിറയ്ക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. എല്ലാം റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ ഇന്നത്തെ തുടക്കം എന്നോണം ഫെബ്രുവരി 23 കറണ്ട് അഫെയർസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒട്ടും ദീർഘിപ്പിക്കാതെ തന്നെ നമ്മളെ കറണ്ട് അഫെയർസിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. 2025 ഫെബ്രുവരിയിൽ FBI ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? 2025 ഫെബ്രുവരിയിൽ FBI ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് കാഷ് പട്ടേൽ. മൈക്രോസോഫ്റ്റിന്റെ ആദ്യ ക്വാണ്ടം ചിപ്പ്, ക്വാണ്ടം അല്ല കേട്ടോ, ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, മജോറാന 1 ആണ്. മൈക്രോസോഫ്റ്റിന്റെ ആദ്യ ക്വാണ്ടം ചിപ്പ് എന്ന് ചോദിച്ചാൽ മജോറാന 1. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ് എന്ന ബുക്ക് എഴുതിയതാരാണ്? ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ് എന്ന ബുക്ക് എഴുതിയതാരാണ്? നമിത ഗോഖലെ. അപ്പോൾ നമിത ഗോഖലെ എഴുതിയ പുസ്തകമാണ് ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ്. നഗരപരിധിയിൽ വരുന്ന ഈ വാഹനങ്ങൾക്കും എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെ സോളാർ പ്ലാന്റുകൾക്കും സബ്സിഡി നൽകുവാൻ പദ്ധതിയിടുന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2025 വിവർത്തന സംവിധാനം നിലവിൽ വന്ന സംസ്ഥാന നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. ആ സംവിധാനം ഒന്ന് നിങ്ങളൊന്ന് കൂട്ടിച്ചേർക്കണേ. 2025 വിവർത്തന സംവിധാനം നിലവിൽ വന്ന സംസ്ഥാന നിയമസഭ എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്. 2025 ടൈം മാഗസീനിന്റെ വിമൺ ഓഫ് ദ ഇയർ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർബൻ. 2025 ടൈം മാഗസീന്റെ വുമൺ ഓഫ് ദ ഇയർ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമൻ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി 2025 വേദി എവിടാണ്? കൊച്ചി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടി 2025 വേദി എവിടാണ്? കൊച്ചിയിലാണ്. ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. 2025 തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട വിദേശ രാജ്യം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അസമിൽ അടുത്തിടെ ഉൾനാടൻ ജലപാത ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത സ്ഥലം എവിടെയാണ്? ജോഗി ഗോബ. അസമിലെ ജോഗി ഗോബ എന്ന സ്ഥലത്തിലാണ് ഉൾനാടൻ ജലപാത ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത്. ശ്രദ്ധിക്കുക, ജോഗി ഗോബ എവിടെയാണ്? അസമിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 2024-25 രഞ്ജി ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? കേരളം വേഴ്സസ് വിദർഭ. 2024-25 രഞ്ജി ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? കേരളം വേഴ്സസ് വിദർഭ. കേരളവും വിദർഭയാണ് ഏറ്റുമുട്ടുന്നത്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ക്രിക്കറ്റ് താരം ആരാണ്? മിലിന്ദ് റെഗെ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ക്രിക്കറ്റ് താരമാണ്
മിലിന്ദ് ഗെറഗെ. അപ്പോൾ ഫെബ്രുവരി 23 കറണ്ട് അഫയേഴ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും 2-3 തവണയൊന്ന് വീഡിയോ റിപ്പീറ്റ് അടിച്ചൊന്ന് കേട്ട് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്കിതൊന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് 2-3 തവണ ഒന്ന് കേട്ടതിന് ശേഷം സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും.